ആ പിന്നെ നാളെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട രാവിലെ. ശരി, ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലുണ്ടാവും. ആ നാളെ എനിക്ക് സ്റ്റാഫ് മീറ്റിംഗാ. ഓ നിറമുള്ളതും എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഓർമ്മകൾ തന്ന എൻ്റെ കുട്ടിക്കാലം. ആഹാ, കിട്ടിയോ? ഒത്തിരി തപ്പിയോ? കൂടുതൽ തപ്പിയൊന്നുമില്ല. ഈ ബുക്കാ മതിയല്ലേ? മണിക്കുട്ടി, മോള് പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ ശരി, ഞാൻ പോവാണേ. അച്ഛനോട് പറഞ്ഞേക്കണേ മോളെ. എന്നാ ശരി. ഇതാര്? രണ്ടുപേരും ഉണ്ടല്ലോ. മാഷ മോളെ കണ്ടു കുറച്ചാലായല്ലോ. വരുന്ന പുസ്തകങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് പോരെ? മതി മതി, എല്ലാം വായിക്കണം കേട്ടോ. ശ്രീധര, ഞാൻ കടവരയിന്ന് പോയിട്ട് വരാം മോളെ. നിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ആയിക്കോട്ടെ. ആ കാലം ഓർക്കുമ്പോൾ അയാളെ ഓർക്കാതെ ഒന്നും എനിക്ക് എഴുതാനാവില്ല. ഇന്നീ നിമിഷം എൻ്റെ മുന്നിൽ അയാൾ വന്നാലും ഞാൻ തിരിച്ചറിയും. എല്ലാവരുടെയും ജീവിതത്തിലെന്ന പോലെ കോളേജ് കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഒരു വസന്തകാലം തന്നെയായിരുന്നു. MA മലയാളം ഫൈനൽ ഇയർ ഒത്തിരി നല്ല ഓർമ്മകൾ തന്ന വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ എഴുതിയതും ഇക്കാലത്താണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രണയത്തെ പറ്റിയാണ്. ശരിക്കും പ്രണയത്തിലായ, പ്രണയമായി മാറിയ ഒരു മനുഷ്യൻ താൻ പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. നിങ്ങൾ പ്രണയത്തിലല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തെളിയിക്കേണ്ടി വരുന്നത്. നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. സത്യത്തിൽ അത് തെളിയിക്കുന്നത് വിപരീതമായ പ്രണയമല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അത് തെളിയിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിന്റെ പോരായ്മയല്ലേ? നമ്മൾ ആലോചിക്കേണ്ട വസ്തുത, പ്രണയം എപ്പോഴും മനസ്സിൽ നിന്നും മനസ്സിലേക്ക് പങ്കിടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു വന്നത് പ്രണയം
യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ശ്രീകല. മലയാളം കവിതാ രചനാ മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനം CMS കോളേജിലെ B ശ്രീകല. 2ാം സ്ഥാനം SD കോളേജിലെ PR നാഥൻ. അന്ന് നിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വെച്ച് നോട്ടൂട്ടതാ. കൊടുക്കൈ. ഇതൊരു നേരം പോക്ക്. 1ാം സ്ഥാനം നേടി ശ്രീകല തന്നെ ഇത് പറയണം. ജൂനിയറായ നാഥൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. എഴുത്തും വായനയും ചർച്ചയും കവിത ചൊല്ലലുമൊക്കെയായി സമ്പന്നമായ നാളുകൾ. എടോ, ഞാൻ എഴുതാൻ വാങ്ങിച്ച നോട്ട്ബുക്ക് താൻ തുറന്നു നോക്കിയോ? നോക്ക് മനുഷ്യ. കൊള്ളാം കൊള്ളാം. എടാ, കോഴ്സ് തീരാറായില്ലേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? എല്ലാരും കൂടി കാട്ടിലേക്ക്. നല്ല രസമായിരിക്കില്ലേ? ആണ്. നീ തന്നെ അറേഞ്ച് ചെയ്താൽ മതി. അടിപൊളി, ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം. എനിക്ക് ഫുഡിന്റെ സമയം പോയി ഫുഡ് മേടിച്ചോണ്ട് വരാം. ഹലോ, ഫുഡ് എത്തി. കുപ്പി എവിടെ? ഇപ്പൊ തരാം. വേണോ ശ്രീകല? പിടിക്ക്. എടാ, അടുത്ത ആഴ്ചയോടെ പരീക്ഷ തീരുവാ. പിന്നെ ഇന്നലെ എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ഗൾഫിലാണ്. ഒരു മുരളീകൃഷ്ണൻ. വീട്ടുകാർ താല്പര്യത്തിലാണ്. എന്നെക്കാള് 10 വയസ്സ് കൂടുതലാ. 1 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്നാ വീട്ടുകാരുടെ അഭിപ്രായം. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അച്ഛനും അമ്മയും പറയുന്നതനുസരിക്കാൻ മനസ്സ് പറയുന്നു.
നമ്മുടെ ഈ പ്രായത്തില് മറ്റൊരു എടുത്തുചാട്ടത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഈ അവസ്ഥയിൽ എനിക്കിതേ പറ്റൂ. നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. എന്നാ ഞാൻ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ മുരളിച്ചേട്ടനുമായുള്ള കല്യാണം നടന്നു. നന്ദൊഴിച്ച് എല്ലാവരും വന്നിരുന്നു. ചെറുപ്പത്തിൽ ഗൾഫിൽ പോയതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് വശമില്ല. പഴയ സിനിമകളിലൊക്കെ പറയുന്ന പോലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതിനെവിടെയാ സമയം? പിന്നെ നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അത് തീർച്ച. എല്ലാം പറഞ്ഞു നാത്തൂമാര്. ഞാൻ PSC എക്സാം 2 എഴുതിയിട്ടുണ്ട്. ജോലി കിട്ടിയാ പോണം. അതിനെന്താ, എന്റെ അഭിപ്രായം അത് തന്നെ. തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും പോവാം. പോവാം. രണ്ട് മാസത്തിനുള്ളിൽ മുരളിച്ചേട്ടൻ തിരിച്ചുപോയി. കൂട്ടുകുടുംബത്തിലെ എല്ലാ കീഴ്വഴക്കങ്ങളും പാലിക്കാൻ ഞാൻ നിർബന്ധിതയായി. PSCക്ക് അപേക്ഷ അയക്കലും ഇന്റർവ്യൂവിന് പോകലും ഒക്കെയായി നടന്ന നാടുകൾ. അതിനിടയിൽ ശ്രീലക്ഷ്മി പിറന്നു. അവളുടെ 1ാം പിറന്നാൾ കഴിയുന്നതിന് മുൻപേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി സർവീസിൽ കയറി. മറ്റു കൂട്ടുകാർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്നറിഞ്ഞെങ്കിലും എവിടെയാണെന്ന് തിരക്കാൻ എന്തോ തോന്നിയില്ല. ആരോടും അധികം ബന്ധപ്പെടാതെ വായനയും ജോലിയും കുടുംബവും ഒക്കെയായി നടന്ന കുറെ നാളുകൾ. പിന്നെ കൊടകര ഓഫീസിൽ ജോയിന്റ് BDO ആയി പ്രമോഷൻ ട്രാൻസ്ഫർ. അവിടുത്തെ ഓർമ്മകൾ എന്റെ ജീവിതത്തിൽ പലതും തിരിച്ചു തന്ന നിമിഷങ്ങളാണ്. അഴിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടന്നു. നമുക്ക് പോയാലോ? ഇത് നാളെ രാവിലെ തരേണ്ട ഫയലാ. നീ അതവിടെ വെക്കേ. ശരി, നാളെ രാവിലെ മേലുദ്യോഗസ്ഥ ചമഞ്ഞ് എന്റെ മേക്കിട്ട് കയറരുത്. ലേറ്റായല്ലോ. ഇന്നിപ്പോ ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് നഴ്സറിയിലൊന്ന് കയറണമെന്നുണ്ട്. നോക്ക്. മാഡം വരുന്നുണ്ടോ? ആ, അത് കണ്ടില്ലേ? ഇത് നോക്കി. അത് തന്നെ. വേഗം വാ. നോക്കിയേ. ആ ചെറിയ അത് കണ്ടോ? അതും നല്ല രസമുണ്ട്. ഇത് നമ്മളന്ന് കണ്ട ആ ചെടിയല്ലേ? അതെ അതെ. ഹായ് വീണ, ഇതാണ് ഞാൻ പറഞ്ഞ മേഡം ശ്രീകല. ചെടി വളർത്തലിനൊപ്പം മേഡത്തിന് കവിത എഴുത്തിന്റെ ചില അസ്കിതകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഞാൻ എല്ലാറ്റിനും കൂട്ടുവരണം. എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഓ, ഈ ഓവർ ടൈം ജോലിക്ക് ആകെ എനിക്ക് കിട്ടുന്നൊരു കോഫിയാ. പോടുന്നു. പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വീട് അന്വേഷിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നോക്കുന്നത് നേഴ്സറികളാ. അങ്ങനെ നോക്കണമെങ്കിൽ രേഷ്മയെ പോലുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമായി വരുമല്ലോ. അതുകൊണ്ടാ ഈ ഐറ്റംസ് എല്ലാം ഈ ആഴ്ച വന്നതാണ്. നോക്കിക്കോളൂ മാഡം, നോക്കൂ. നോക്കാം നോക്കാം. ശരി. അതവിടെ കിട്ടി. ഓക്കെ. നോക്കി. നമുക്ക് ഇത് 2 എടുത്താലോ? പിന്നെ അതെ, അതും കൂടെ. പിന്നെ വേറെന്താ എടുക്ക? വേറെ ഇത് കൊള്ളല്ലേ? ശ്രീകല,
അന്ന് രേഷ്മ പരിചയപ്പെടുത്തിയ വീണ നന്ദുവിന്റെ ഭാര്യയാണെന്നറിഞ്ഞത് പിന്നീടാണ്. നന്ദുവുമായുള്ള കണ്ടുമുട്ടലുകൾക്ക് ശേഷം പിന്നീട് അവനെ വിളിച്ചാൽ കിട്ടാതെയായി. വല്ലപ്പോഴും കളക്ട്രേറ്റ് വെച്ച് കാണും, അത്ര തന്നെ. മുരളിച്ചേട്ടൻ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. വീണ്ടും ജീവിതം ഒരു സീരിയലിലെ അടുത്ത എപ്പിസോഡ് പോലെ മുന്നോട്ടു പോയി.